ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ കർണാടക ഉള്ളത്. അപ്പൊ കർണാടകത്തെ സ്പെഷ്യൽ മാങ്ങാക്കറി ആക്കാൻ വേണ്ടി പോക്കാന്ന്. അപ്പൊ ഉപ്പിലിട്ട മാങ്ങയാണ്. ഈ അമ്മയാണ് ആക്കുവ സ്പെഷ്യൽ മാങ്ങാക്കറി. ഇവരെ മോളാണിത് പോക്കില. ഈ മാങ്ങ ഇത് കാട് മാങ്ങാന്നാ ഇവിടെ പറയല്. ഇത് ഉപ്പിലിട്ട മാങ്ങയാണ്. ഇതിനെ കൊണ്ടാണ് ഇവര് സ്പെഷ്യൽ ആക്കാൻ പോകുന്നത്. ഞാൻ ഇതിനെ കൊണ്ട് കേരളത്താക്കിന് ഉപ്പിലിടാണ്ടാക്കിന് കാട്ടുമാങ്ങാക്കറി ഉപ്പിലിട്ട് അമ്മാക്കി കാണിക്കും. നമ്മള് മാങ്ങാക്കറി ആക്കലുണ്ട്, പക്ഷേ എങ്കിൽ പല വിധത്തിലും. പക്ഷെ ഈ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് ഞങ്ങൾ കറി ആക്കിയിട്ടില്ല ഇതുവരെ. അത് നമുക്ക് കാണാം. അതിലേക്ക് നമുക്ക് മലയാളം അറിയില്ല, കന്നഡത്തിലാണ് ഇതെല്ലാം പറയൂ. അപ്പൊ ഞാനിത് മലയാളത്തിൽ പറയാം. മലയാളം അറിയോ? അങ്ങനെ പറയാനറിയില്ല. നമ്മൾ മാങ്ങാക്കറിക്ക് വേണ്ടി സാധനങ്ങളാണ് ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഉപ്പ്, വെള്ളപ്പൊടിയാണ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ്. ഇത് മീറ്റ് മസാല ആണ്. കറിവേപ്പില, കടുക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ചതച്ചത്. പിന്നെ ഇത് മല്ലിച്ചപ്പ്, പിന്നെ ഉപ്പിലിട്ട കാടുമാങ്ങ, എണ്ണ, പാത്രം എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളും ആക്കാൻ റെഡിയാകും. കഴിക്കാനും നിങ്ങൾ റെഡി ആയിക്കോ. ഈ മാങ്ങ നമ്മളെ നാട്ടിൽ കുറെ കിട്ടുന്നില്ല, നമുക്കധികം കിട്ടുന്നില്ല. പക്ഷേ ഓരോരുത്തർ തരത്തിൽ വെറൈറ്റി ആക്കിയിട്ടുണ്ട്. ഇന്ന് കർണാടക സ്റ്റൈലിലുള്ള വെറൈറ്റി സാധനങ്ങളാണ്. ഇതിന് കരുവേപ്പില വേഗം വീഡിയോ എടുക്കുന്നത്. ഈ ചട്ടി കാണുമ്പോ മറ്റേ നമ്മൾ ഹോട്ടലിൽ പോയി ചില്ലി, ഗോബി മഞ്ചൂരി ഇതെല്ലാം അതുപോലത്തെ ചട്ടിയാണ്. അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്ക് കടുക്, കരിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് ആദ്യം താളിക്കുക. എന്നിട്ട് മസാല എല്ലാം ഇടുക, പിന്നെ മാങ്ങ ഇടുക, അങ്ങനെയെല്ലാം. അപ്പൊ ആദ്യം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. മൂക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് മാങ്ങ തൊളിച്ചിട്ട് 1 പേരെ 2 പേരെ ആക്കി വെക്കാം. ഉപ്പിലിട്ട് പൂച്ച മാങ്ങായ കൊണ്ട് വേഗം കിട്ടുന്നുണ്ട്. 2 കൊല്ലം. ഒന്നും ആവില്ല. ഇത്ര കൊല്ലം കഴിഞ്ഞാലും നമുക്ക് മാങ്ങ വിളിക്കും. കോമഡി ഓടിയേക്കാം. നല്ല ചെറിയ മഞ്ഞപ്പൊടി ഇട്ടു. എല്ലാം ഇട്ടു. നല്ലൊരു മണമല്ല വന്നു തുടങ്ങിയേ. ഇപ്പം തന്നെ മാജിക് പൊടി ഇതിൽ മല്ലി ഉണ്ടാവും, സാസിബ ഉണ്ടാവും, ജീരക ഉണ്ടാവും, ഒരു കൊച്ച കുരുമുളക് ഉണ്ടാവും, പിന്നെ ഒരു 2 പട്ട 2 ലോങ്ക ഇട്ടിട്ട് ആണ് കൊച്ചു ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ പൊടിയാക്കിയിട്ട് വെക്കും. ഇത് എല്ലാത്തിനും ആവും. ഈ എൻ്റെ മോൻ പറഞ്ഞ അങ്ങനെ ഇത് മാജിക് മസാല. ഈ കറി ഇതിന് മുമ്പ് ആക്കിയില്ലല്ലോ വീട്ടില്? ഇതിന് മുന്നേ ഈ കറി വീട്ടിൽ അമ്മ
മസാലപ്പൊടി ഇടും. ഈ പൊടിയിട്ട് വെള്ളം വെള്ളപ്പൊടി ഇവിടെ തുടങ്ങിയതാ. ബ്ലാക്ക് ചില്ലി കറി ബ്ലാക്ക് കളർ അതുപോലെല്ലാം കുറച്ച് കറി കറുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ് മധുരത്തിന് ആവശ്യമായിട്ട് അങ്ങനെ നോക്കിയിട്ടുണ്ട്. ഓരോരാൾക്ക് ഇഷ്ടമുണ്ടാവും, ഓരോരാൾക്ക് സ്വീറ്റ് ഇഷ്ടമുണ്ടാവും. അതിനായിട്ട് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു ചിലർ കാടുമാങ്ങ കറി അതേപോലെ തന്നെ ഉള്ളത് അല്ലേ? അത് ടേസ്റ്റ് കേട്ടോ. ഇത് മാത്രമാണ് കറി തിന്നാൻ. പറഞ്ഞില്ല അതിനൊക്കെ തോന്നിയിട്ട് വെള്ളത്തിന് എടുത്തിട്ട് കവുന്നുണ്ട്. അത് കുറവാകും. അതിന് കുറച്ച് ഉപ്പിട. പിന്നെ കുറച്ച് സാമ്പാർ ഇതെല്ലാം വേണം. ഇവർക്ക് ಸ್ವಲ್ಪ സ്വീറ്റ് ഇഷ്ടമാണ്. അതിന് കുറച്ച് നല്ല ജാസ്തി ഇടാം. ഭയങ്കര ये है रौनक की मौत, रूड है, फसी है, काशी ज़्यादा से इसीलिए फैंटास्टिक है। firstcry.com നമ്മൾ ഈ മാങ്ങേനെ കൊണ്ട് ഒരുപാട് തരം ആക്കലുണ്ട്. എന്ന് വെച്ചാല് ആദ്യം നമ്മളെ ചെറുപ്പത്തിലെല്ലാം ഞാൻ കണ്ടത് ഒരലേക്ക് ഇടിച്ചിട്ട് നമ്മൾ കച്ചു കുത്തുന്നതാണ്. കച്ചു കുത്തൽ എന്ന് പറഞ്ഞാല് ഈ തോട്ടത്തില് കഴിഞ്ഞിന്റെ പാളയുണ്ടാവും. ആ പാളയുടെ അകത്ത് ഒരല് ഇടിച്ചിട്ട് വാരി തേക്കും കുറേ പ്രാവശ്യം. തേച്ച് തേച്ചാകുമ്പോൾ കുറച്ച് കട്ടി വരും. തേച്ച് ഉപ്പിടും. പുളി മാങ്ങല്ലേ. എന്നിട്ടാകുമ്പോൾ അത് മുറിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പീസ് പീസാക്കിയിട്ട് ഓരോ കഷ്ണമായിട്ട് നമ്മൾ എടുക്കും. ഇല്ലാത്ത സമയത്ത് ഇല്ലാത്ത സമയത്ത് എടുക്കാം. ഇത് നമുക്ക് കറിക്കും എടുക്കാം. അപ്പൊ ഇവര് കുറച്ച് ചോറ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അമ്മേന്റെ മാങ്ങാക്കറിയും കൂട്ടിയിട്ട് തിരുതി ചോറും മാങ്ങയും ഇതും രണ്ടും കൂടി ചേർക്കണം. നിങ്ങൾക്ക് കിട്ടുമെന്നറിയില്ലേ? ഇത് മതി കേട്ടോ, വേറൊന്നും വേണ്ട ചോദിച്ചു. അയ്യോ സൂപ്പറമ്മ. അപ്പൊ എന്റെ ചോറുന്നത് എടുത്തന്നെ നമുക്ക് വീട്ടിൽ പോയിട്ട് ഇതാക്കണം. അതെ, നമുക്ക് വാങ്ങുന്നുണ്ട്. ഇതേപോലെ ആക്കാം. ഇത് എനിക്ക് മനസ്സിലായി. മനസ്സിലായി എന്താ പറഞ്ഞത്? മനക്ക് പോയിട്ട് മാടുവേണ്ടി നല്ല രസമുണ്ട്. നല്ല മധുരമായിട്ട് എരിവായിട്ട് നല്ല രസമുണ്ട്. അവർക്കെല്ലാം എല്ലാവരും ഉണ്ട്. അങ്ങനത്തെ കൂടുതൽ ആക്കുന്നതുകൊണ്ട് ഞാൻ ആക്കുന്നില്ല എന്ന് പറഞ്ഞത്. ഷപ്പിലിന് ഹിന്ദിയാണല്ലേ. അപ്പോൾ ഞങ്ങളുണ്ട്. ഹായ് 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 എല്ലാവരും കേട്ടോ. അപ്പൊ നമുക്ക് എല്ലാവരും ടേസ്റ്റ് കേട്ടോ. നോക്കാം. എന്റെ വൈഫ് ഇങ്ങനത്തെ കുറേ റെസിപ്പി ആയിട്ടുണ്ട്. മോർ ദാൻ 100 ആയിട്ടുണ്ട്. പക്ഷെ എല്ലാ റെസിപ്പിയിലും അവള് വെള്ളം വെക്കും, പിന്നെ തീ വെക്കും. രണ്ടാകും പെർഫെക്റ്റ്. ചാൻസ് കിട്ടുമ്പോൾ പറയാൻ വീട്ടിൽ പോയി കാണാം. ശരിയാക്കി വെച്ചോ. മോനെ ഞാൻ പറയാം, മോനെ ഇതെല്ലെന്ന് പറഞ്ഞാൽ ഈ കൈപുണ്യത്തിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നതാണ്. എല്ലാ കാര്യവും അതെ. ഇത് എന്നെല്ലാം പറഞ്ഞ നമ്മള് ആരും പഠിപ്പിച്ചു കൊടുക്കൊന്നും വേണ്ട. ഇതിലൊരു വാസന തന്നെയാണ് കുട്ടിക്ക്. അടിപൊളിയായിട്ട് ഫുഡ് പറഞ്ഞിട്ട് തമാശ പറഞ്ഞാല് അല്ലേ. വീട്ടിലേക്ക് പോകണം. ഭക്ഷണം നോക്കി ഇന്നലെ നമ്മള് ഭക്ഷണം വെച്ച് ഭക്ഷണം കൊടുത്തതിനും ഉപ്പിട്ടു നമ്മൾ കഴിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട്.
നമ്മൾ പറയുന്നത് പെട്ടെന്ന് തിരിയുന്നില്ല മലയാളം. എല്ലാം ആലോചിച്ച് സമയത്തിന് പെരുമാറുന്നുണ്ട്. അടിച്ചിട്ട് പിന്നെ പറ്റില്ല നമ്മൾ മലയാളം അങ്ങനെ. ഇവിടെ അങ്ങനെയല്ല പറയാ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ഇവിടെ അണ്ടിന്റെ കൂടെ ഓടിക്കും. പിന്നെ മാങ്ങാൻ നമ്മൾ ലാസ്റ്റ് പറയുന്നത് ഇങ്ങനെ മാങ്ങാൻ്റെ കൂടെ ഓടിക്കും. നമ്മളാണെന്ന് പറയാൻ ഓടിയിട്ടുണ്ട്. എനിക്ക് പറഞ്ഞാൽ ക്ലിയറായി. അമ്മ ശരിക്കും നോക്കിയിരുന്നോ? എനിക്ക് പറഞ്ഞാൽ ക്ലിയറായി. എനിക്ക് എങ്ങനെയുണ്ടാ? മഷ്റൂം കറിയാണിത്. നമ്മൾ വീട്ടിൽ നാഗി കൊണ്ടുവന്നെയാണ്. വീടിന് തൊട്ടപ്പുറം തന്നെയല്ലേ? ഞാൻ ഇവിടെ എടുത്ത ഓപ്പോസിറ്റില്. ഈ 2 ദിവസം മുന്നിൽ നമുക്ക് കുമ്മരി കിട്ടിയില്ല. നാട്ടിൽ നല്ല രണ്ടപ്പെട്ടു വരാം. നല്ല ടേസ്റ്റ് അത് പറ്റിയത് അല്ലേ? നല്ല ടേസ്റ്റ്. എങ്ങനെ വേണമെങ്കിൽ വെക്കാം. ചിക്കൻ കറി പോലെ വെക്കാം, ഫ്രൈ ആക്കാം, എങ്ങനെ വെച്ചാൽ നമുക്ക് ഇഷ്ടം വന്ന പോലെ വെക്കാം. അത് ഒരു ചിക്കന്റെ ഒരു ഹാഫ് ഉണ്ടാവും കുമ്മില്. നോക്ക്, ഇത് നമ്മളെല്ലാം വെക്കുമ്പോൾ തന്നെ കൊത്തമല്ലി തേങ്ങയിൽ അരച്ചിട്ടെന്ന് വെച്ചാൽ നല്ല രുചിയുണ്ട്, നല്ല രസമുണ്ട്. എല്ലാ മെനുവിലും നമ്മൾ ആഡ് ആക്കുന്നുണ്ട്. 100% ആക്കിയിട്ട് കൊടുക്കാം. ഇവിടെ വന്ന് ഇങ്ങനത്തെ മാങ്കരി കൂടി കിട്ടുന്ന പറയുന്നത്. അപ്പൊ നല്ല അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു അമ്മ, താങ്ക് യു. നമുക്ക് ഇങ്ങനെ മാങ്കരി ചാൻസിന് താങ്ക് യു. ചിക്കൻ കറിക്ക് മറ്റേ ഇതാ കുമ്മല് കറിക്ക് ഇങ്ങനത്തെ മസാല കറിക്കെല്ലാം നല്ല രസമാണ്. ഇല്ല മറ്റേ കിട്ടുക മറ്റേ കറിയില്ലേ സവാര എങ്ങനെ നമ്മളെ അരി നമ്മളെ ചുട്ടെടുത്തത് ഇത് കനലില് ചുട്ടെടുക്കലാണ്. അപ്പൊ ഇതാണ് നമ്മളുടെ നാട്ടിലത്തെ അക്കി റൊട്ടിയാണ്. ഇത് ഞാൻ ഇതുവരെ വീട്ടിലാക്കിയിട്ടില്ല. ഇതിനെ ശരിക്കും റെസിപ്പി എനിക്കറിയില്ല. അപ്പൊ അമ്മയോട് തന്നെ ചോദിക്കാം. നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അരിയിലും കുറച്ച് തരിയും ഉണ്ട് കേട്ടോ. ഇത് റൈസ് ചോറ് കൂട്ടിയിട്ട് ഈസി കല്ലിൽ ചുട്ടെടുക്കും. ഞാൻ ചുട്ടെടുക്കും. അപ്പൊ അതുപോലെ ചുട്ടെടുക്കാൻ വേണ്ടി ഒരു കൊണ്ടിച്ചിട്ടുണ്ടോ കാണുന്നുണ്ടല്ലോ മൈദ ഇത് വെച്ചിട്ട് ഇവിടെ ശരി ശരി ചൂടുന്നുണ്ട് കേട്ടോ. സാധാരണ ഇത് ചുട്ടെടുക്കണം. ഇത് കരകര വിളിക്കുന്നുണ്ടോ അതോ നിങ്ങൾ ആക്കണം? ഇവിടെ ആക്കണോ? അരി പൗഡർ റൈസ് രണ്ട് മിക്സ് ആക്കിയിട്ട് പാല് മിക്സ് ആക്കിയിട്ട് തട്ടണം. പിന്നെ നെക്സ്റ്റ് പ്രോസസ് പ്ലേറ്റ് വെക്കണോ, കുറച്ച് ഉപ്പിടണോ, പിന്നെ ഇത്ര ചോറിടണോ. ചോറിട്ടിട്ട് നൈസ് പൊടിയാക്കിയിട്ട് വരും. അക്കിയിട അരിയിട പൊടിയാക്കിയിട്ട് മില്ലിൽ നൈസായിട്ട് എടുത്തിട്ട് വരും. പിന്നെ പ്ലേറ്റിൽ ഇട്ടിട്ട് രണ്ട് മിക്സ് ആക്കല്. ഇങ്ങനെ മിക്സ് ആക്കലല്ല, ഇവിടെ മിക്സ് ആക്കല്. പിന്നെ അത് നമുക്ക് ആവൂലെന്ന് പറഞ്ഞാല് നമ്മൾ മിക്സിക്ക് ഇട്ടിട്ട് എടുക്കാം. മിക്സിക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് ചോറ്, കുറച്ച് അരിയുടെ പൊടിയാക്കിയിട്ട് മിക്സ് ആക്കിയാൽ അതെല്ലാം മിക്സ് ആവും. പിന്നെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ റൊട്ടി ചൂടാം. ഇപ്പൊ ഇത് കുറച്ച് കമ്മിയാക്കണം. അത് മുതലൊക്കെ പിന്നെ പുറത്താക്കി മീൻ കൊലയിട്ടിട്ട് എടുത്തിട്ട് അരക്കലല്ല. പിന്നെ അതില് ജീരക ചോറിനാണ് പരിപാടി. പക്ഷെ ഇത് ഇതിന്റെ മണ്ണുണ്ടാവും. ഫസ്റ്റ് പിന്നെ ഇത് അങ്ങനെ ഡ്രൈ ആയിട്ടാക്കും. അത് ആയിലിടും, എണ്ണയിലിടും. അത് ഓയിലിടും. ഇത് ഡ്രൈ ആയിട്ടാണ്. ചോറ് പോണ്ടോ കമ്മി പോണ്ടോ? ഇതന്നെ കേട്ടാ
അമ്മേന്റെ ഈ ഒരു അടുപ്പിലുള്ള ആക്കിൽ തോന്നുന്നു നമുക്ക് വെയിൽ കിട്ടുന്നില്ല. അങ്ങനെയുള്ളത് ഫാസ്റ്റ് ഫുഡിന്റെ രീതിയിലുള്ളത്. ഉച്ചക്ക് ചോറൊന്നും വേണ്ട കേട്ടോ. അപ്പൊ അമ്മേന്റെ ഉപ്പിലിട്ട മാങ്ങ കറി അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ കർണാടകത്തിലുള്ള ഒരു റെസ്റ്റോറൻറ്റില് ഇതിന്റെ പേര് ഗ്രീൻ കൗണ്ടി. എവർഗ്രീൻ കൗണ്ടി അഡ്വഞ്ചർ റിസോർട്ട്. എവർഗ്രീൻ കൗണ്ടി എത്ര പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവില്ല കേട്ടോ. എവർഗ്രീൻ കൗണ്ടി അഡ്വഞ്ചർ റിസോർട്ട്. ഇവിടെ വന്നേരം ഇവര് ഫുഡ് ഇടുന്ന അമ്മ പെട്ടെന്ന് ഫ്രണ്ട്സായി അവർ രണ്ടാളും കൂടി ചങ്ങായിമാരായി ചങ്ങായി. അപ്പൊ അങ്ങനെ എന്തായാലും ഇവര് ഭക്ഷണം ഇങ്ങനെ ആക്കുമ്പോൾ അവരുടെ മാങ്ങേന്റെ ഒരു റെസിപ്പി നമ്മ എടുക്കാന്ന് പറഞ്ഞാൽ അമ്മ ഇവര് എല്ലാ സാധനവും എടുത്ത് കൊണ്ടുവന്നിട്ടാണ് പറഞ്ഞത് ഇവരാക്കുന്ന നമ്മളൊന്ന് വീഡിയോ എടുക്കാന്ന്. ഒരു പുതിയതായിട്ടുള്ള മാങ്ങേന്റെ ഒരു ടേസ്റ്റ് എങ്ങനെയുണ്ടോ? അടിപൊളി. അപ്പൊ അതിന്റെ കൂടെ മഷ്റൂം ആക്കി അതുപോലെ തന്നെ അക്കി റൊട്ടീന്റെ അതാക്കി അങ്ങനെ ഭക്ഷണങ്ങളാക്കിയിട്ട് കുറച്ച് സമയം നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന അപ്പൊ ഫുഡ് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ഫുഡിന്റെ വീഡിയോ ഞാൻ ഇങ്ങനെ വന്നേരപ്പോൾ നമ്മളത് എടുത്തു. എന്തായാലും അപ്ലോഡ് ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം. എല്ലാവർക്കും